ഹലോ അസ്സാം വലൈക്കും. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല എഗ്ഗും അതുപോലെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് മാമയുടെ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ കുറച്ച് അതായത് 200 ഗ്രാം ബീഫ് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതും, ഒരു 3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ 4 മീഡിയം സൈസ് സവാള ചെറിയ രീതിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സവാള കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു 3-4 പച്ചമുളക്, അത് നിങ്ങളെ എരിവിനനുസരിച്ച്, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. മസാല അത്യാവശ്യം ആയി വരുമ്പോൾ നമ്മളിവിടെ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിന് പകരം ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് സെയിം റെസിപ്പി ചെയ്യാം കേട്ടോ. ബീഫിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആകുന്നു മാത്രം. അപ്പോൾ അതാ ബീഫിൻ്റെ ആ ക്രഷ് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മസാല, അതായത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അവസാനമായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിതവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് ആദ്യം തന്നെ കോഴിമുട്ട ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കാനായിട്ടാണ്. നമ്മൾ സാധാ സമൂസയുടെ ലീഫിനൊക്കെ ഉണ്ടാക്കുന്ന സെയിം മാവ് തന്നെയാണ് ഇതിൽ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാവിന് ഓരോ ചെറിയ ബൗൾസായിട്ട് ഇതുപോലെ എടുത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. പൂരിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. നമ്മൾ ഇതിലേക്കുള്ള മാവൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോഴിമുട്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് ഭാഗം അതിൽ നിന്ന് വേറിട്ട് പോരാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഫില്ലിങ്സ് നല്ല രീതിയിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതുപോലെ മുട്ടയുടെ ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവിൽ ജസ്റ്റ് റോൾ ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്കിതിൽ എക്സ്ട്രാ വരുന്ന പോർഷൻ ഇങ്ങനെ കൈ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്നാക്സ് പൊരിക്കാനുള്ള രീതിക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 3-4 നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഈ ഒരു സ്നാക്സ് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ എഗ്ഗും പിന്നെ നല്ല ബീഫൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. പിന്നെ അധികം സ്പൈസസ് ആഡ് ചെയ്യാണ്ടിരുന്നാൽ കുട്ടികൾക്ക് കഴിക്കാനും സുഖമായിരിക്കും കേട്ടോ.
അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.